കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്കിലായാലും ലാലേട്ടൻ്റെ ഈ ഒരു ഫേവറേറ്റ് ഡിസേർട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാനും ഓർത്തിത് ഒന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ ഉള്ളൂ എന്ന്. അങ്ങനെ 3 നേന്ത്രപ്പഴം എടുത്ത് കുറച്ച് നീളത്തിൽ ഡൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണേലും കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം എല്ലാം തന്നെ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശർക്കരപ്പൊടിയെല്ലാം ഒന്ന് മെൽറ്റായി പഴത്തേലൊക്കെ പിടിക്കുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതും ഏലക്കാപ്പൊടി എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് സമയം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കാൻ പോകുന്നത്. ഐസ്ക്രീമാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് വനില ഐസ്ക്രീമോ ബട്ടർ സ്കോച്ചോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കിക്കേ, എന്താ ടേസ്റ്റ് എന്നറിയാമോ. സംഗതി കിടിലൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ 5 മിനിറ്റ് നമ്മൾ ഡിസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.